പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് രാഷ്ട്രീയപരമായിട്ട് പല അഭിപ്രായം ഉണ്ടാകാം. പക്ഷെ നമുക്ക് കേരളം എന്ന് പറയുമ്പോൾ, നമ്മുടെ നാട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒപ്പം നിൽക്കണം. അതുപോലെ നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ നമ്മൾ ഒപ്പം നിൽക്കണം. എന്തായാലും ചില MLA മാർക്ക് അതുപോലെ തന്നെ ചില ജനങ്ങൾക്കൊന്നും കിഫ്ബി എന്താണെന്ന് പോലും അറിയില്ല. ആദ്യം നമ്മുടെ ഒരു MLA പറയുന്നത് നിങ്ങൾ കേൾക്കുക. സംസ്ഥാന ധനകാര്യ വകുപ്പിന് സമാന്തരമായി കിഫ്ബി എന്ന് പറയുന്ന സ്ഥാപനമുണ്ട്. ആ സ്ഥാപനം ഭരണഘടനാനുസൃതമായി യഥാർത്ഥം നിലനിൽക്കുന്നതല്ല. സംസ്ഥാന ഗവൺമെന്റിന്റെ പൊതു ഖജനാവിൽ നിന്ന് സെസ് അടക്കമുള്ള തുക കിഫ്ബിയിലേക്കാണ് പോകുന്നത്. കിഫ്ബി ഒരു സ്വതന്ത്ര ഏജൻസിയെ പോലെ പ്രവർത്തിക്കുന്നു. മറ്റ് ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് കടമെടുക്കുന്നു. ആ കടവും വീട്ടേണ്ട ബാധ്യത സംസ്ഥാന ഗവൺമെന്റിനാണ്. അപ്പോൾ നിങ്ങൾ കേട്ടല്ലേ ഈ MLA പറയുന്നത്. എന്തായാലും നമുക്ക് അതുമായി ബന്ധപ്പെട്ട് ജെമിനിയോട് ചോദിക്കാം. ഞാൻ ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്. ജെമിനിക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾക്കാം. കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി രാഷ്ട്രീയ ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന ഒരു പേരാണ് കിഫ്ബി. KIIFB, കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ്. ഒരു സംസ്ഥാനത്തിന്റെ വികസനവും അതിന്റെ സാമ്പത്തിക വശങ്ങളും ചേർത്ത് വെച്ച് നോക്കേണ്ട ഒരു പ്രധാന വിഷയമാണിത്. ഇതിന്റെ ഗുണങ്ങളും എന്തിനാണ് ഇത് നിരോധിക്കണമെന്ന് ചിലർ ആവശ്യപ്പെടുന്നതെന്നും നമുക്ക് രാഷ്ട്രീയത്തിനപ്പുറം വസ്തുതാപരമായി പരിശോധിക്കാം. എന്താണ് കിഫ്ബി? AIIFB കേരളത്തിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് റോഡുകൾ, പാലങ്ങൾ, സ്കൂളുകൾ, ആശുപത്രികൾ തുടങ്ങിയവ ആവശ്യമായ വൻതുക കണ്ടെത്താനായി രൂപീകരിച്ച ഒരു സർക്കാർ ധനകാര്യ സ്ഥാപനമാണിത്. ബജറ്റിന് പുറത്തുള്ള ഫണ്ടിംഗ്. സാധാരണ രീതിയിൽ സർക്കാരിന്റെ വാർഷിക ബജറ്റിൽ നിന്ന് മാത്രം ഇത്രയും വലിയ പ്രൊജക്ടുകൾക്ക് പണം കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. അതിനാൽ കിഫ്ബി വഴി സർക്കാർ നേരിട്ടല്ലാതെ വിപണിയിൽ നിന്നും ബോണ്ടുകൾ വഴിയും ബാങ്കുകളിൽ നിന്നും വായ്പയെടുത്ത് വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നു. തിരിച്ചടവ്. മോട്ടോർ വാഹന നികുതിയുടെ ഒരു ഭാഗവും പെട്രോൾ സെസ് ഉപയോഗിച്ചാണ് ഈ വായ്പകൾ കിഫ്ബി തിരിച്ചടയ്ക്കുന്നത്. കേരള സർക്കാരിനും ജനങ്ങൾക്കും കിഫ്ബി കൊണ്ടുള്ള ഗുണങ്ങൾ. കിഫ്ബി വഴി നിരവധി വലിയ പദ്ധതികളാണ് കേരളത്തിൽ നടന്നു വരുന്നത്. അതിൽ പ്രധാനപ്പെട്ട ചിലത് ഇവയാണ്. അടിസ്ഥാന സൗകര്യ വികസനം. കേരളത്തിലെ സ്കൂളുകൾ ഹൈടെക് ആക്കിയതും സർക്കാർ ആശുപത്രികളുടെ നവീകരണവും വലിയ പാലങ്ങളും റോഡുകളും. ഉദാഹരണത്തിന് തീരദേശ ഹൈവേ, മലയോര ഹൈവേ നിർമ്മിക്കുന്നതിൽ കിഫ്ബി വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. K-Phone of East കേരളത്തിലുടനീളം സൗജന്യവും കുറഞ്ഞ നിരക്കിലുമുള്ള ഇന്റർനെറ്റ് എത്തിക്കാനുള്ള പദ്ധതിക്ക് പണം നൽകുന്നത് കിഫ്ബിയാണ്. വ്യവസായ പാർക്കുകൾ. കൊച്ചി ബംഗളൂരു വ്യാവസായിക കോറിഡോറിന് ആവശ്യമായ ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കിഫ്ബി ഫണ്ട് ഉപയോഗിക്കുന്നു. ഇത് നിരോധിക്കണം അല്ലെങ്കിൽ ഇതിനെതിരെ സംസാരിക്കാൻ കാരണമെന്ത്? പ്രതിപക്ഷ പാർട്ടികളും ചില സാമ്പത്തിക വിദഗ്ധരും കിഫ്ബിക്കെതിരെ ഉന്നയിക്കുന്ന പ്രധാന വിമർശനങ്ങൾ ഇവയാണ്. കടബാധ്യത, ഡെറ്റ് ട്രാപ്പ്. കിഫ്ബി വഴി എടുക്കുന്ന വലിയ വായ്പകൾ ഭാവിയിൽ കേരളത്തെ വലിയ കടക്കെണിയിലാക്കുമെന്ന് ഇവർ വാദിക്കുന്നു. സർക്കാർ നേരിട്ടല്ലെങ്കിലും ഈ കടം ഒടുവിൽ തിരിച്ചടക്കേണ്ടി വരുന്നത് ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നാണ്. CAG റിപ്പോർട്ടും ഭരണഘടനാ പ്രശ്നങ്ങളും. കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെ സംസ്ഥാനങ്ങൾക്ക് വിദേശത്തു നിന്നോ വിപണിയിൽ നിന്നോ വലിയ തോതിൽ വായ്പയെടുക്കാൻ കഴിയില്ലെന്നാണ് ഓഡിറ്റ് ജനറലിന്റെ CAG കണ്ടെത്തൽ. ഇത് ഭരണഘടനാ വിരുദ്ധമാണെന്നും നിയമസഭയുടെ നിയന്ത്രണത്തിന് പുറത്താണെന്നും വിമർശകർ പറയുന്നു. കിഫ്ബിയുടെ വായ്പകൾ സംസ്ഥാന കടത്തിൽ കൂട്ടിയത്. കിഫ്ബി എടുക്കുന്ന വായ്പകളും സംസ്ഥാന സർക്കാരിന്റെ നേരിട്ടുള്ള കടമായി കണക്കാക്കുമെന്ന് കേന്ദ്ര സർക്കാർ നിലപാടെടുത്തു. ഇതോടെ സർക്കാരിന് സാധാരണ രീതിയിൽ എടുക്കാവുന്ന വായ്പാ പരിധി കുറയുകയും സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവുകയും ചെയ്തു. കിഫ്ബി നിരോധിച്ചാൽ ഗുണമുണ്ടോ? ഇതിന് രണ്ട് വശങ്ങളുണ്ട്. നിരോധിച്ചാൽ ഉണ്ടാകുന്ന നേട്ടം. വിമർശകരുടെ കാഴ്ചപ്പാടിൽ സംസ്ഥാനത്തിന്റെ ഭാവി കടബാധ്യതകൾ ഒരു പരിധിവരെ കുറയ്ക്കാം. ബജറ്റിലൂടെ മാത്രം വികസനം നടത്തുമ്പോൾ സാമ്പത്തിക അച്ചടക്കം പാലിക്കാൻ സാധിക്കും. നിരോധിച്ചാൽ ഉണ്ടാകുന്ന കോട്ടം. അനുകൂലിക്കുന്നവരുടെ കാഴ്ചപ്പാടിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ വികസന പദ്ധതികളെല്ലാം പെട്ടെന്ന് നിലച്ചുപോകും. സർക്കാരിന്റെ കയ്യിൽ ആവശ്യത്തിന് പണമില്ലാത്തതിനാൽ പുതിയ റോഡുകളോ ആശുപത്രികളോ പണിയാൻ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. ഇത് കേരളത്തിന്റെ വളർച്ചയെ പിന്നോട്ടടിക്കും. ചുരുക്കത്തിൽ രാഷ്ട്രീയമായി ഇതിൽ വലിയ തർക്കങ്ങൾ നടക്കുന്നുണ്ട്. ഭരണപക്ഷം ഇതിനെ കേരളത്തിന്റെ വികസന കുതിപ്പായി കാണുമ്പോൾ പ്രതിപക്ഷം ഇതിനെ വരാനിരിക്കുന്ന വലിയ സാമ്പത്തിക പ്രതിസന്ധിയായിട്ടാണ് ചിത്രീകരിക്കുന്നത്. വികസനവും സാമ്പത്തിക ഭദ്രതയും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് ഏതൊരു സംസ്ഥാനത്തിനും പ്രധാനം. അപ്പൊ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ടല്ലോ. അപ്പൊ നമ്മുടെ MLA-മാര് 3 ആൾ അതിന്റെ അകത്ത് പോയിട്ട് കേരള സർക്കാരിന് എന്താണ് വരുമാനം വരുന്നത് അതിനെ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്യാൻ പോകണം. അല്ലെങ്കിൽ കേരള സർക്കാർ എന്തെങ്കിലും വികസനം കൊണ്ടുവരികയാണെങ്കിൽ അതിനെങ്ങനെ തടയുക എന്നുള്ളതാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം. നിങ്ങൾക്കറിയാലോ, കേരളത്തിൽ നിന്ന് ഒരുപാട് ഫണ്ടുകളൊന്നും കിട്ടുന്നില്ല. വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് കേരളം പോകുന്നത്. മിക്കവാറും കടങ്ങളൊക്കെ വാങ്ങിയിട്ട്. കാരണം കേരളത്തിന് കൃത്യമായിട്ട് വരുമാനമില്ല. അതൊരു സത്യം തന്നെയാണ്. അതിപ്പോൾ ആര് വന്നാലും ശരിയാക്കാനൊന്നും പോകുന്നില്ല. കാരണം നമുക്ക് കേന്ദ്ര സർക്കാരിന് കോടികൾ കടമുണ്ട്. അതിലൊന്നും ഒരു മാറ്റവുമില്ല. പക്ഷെ നമ്മുടെ കേരളത്തിൻ്റെ അകത്ത് തട്ടിക്കൂട്ടിയിട്ട് നല്ല രീതിയിൽ വികസനങ്ങൾ കൊണ്ടുവരുന്നത് പോലും തടയാവുന്ന രീതി, അതായത് നമുക്കൊരു ഫണ്ട് വരുന്ന ഒരു സോഴ്സ് അവിടെ ഉള്ളതാണ്. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരാളുടെയോ അല്ലെങ്കിൽ ഒരു കമ്പനിയോടോ നമുക്കൊരു പൈസ വാങ്ങാനുള്ള സെറ്റപ്പ് അവിടെ ഉണ്ടെങ്കിൽ ആ സെറ്റപ്പിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രമിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ കേട്ടല്ലോ MLA പറഞ്ഞത് എന്താണ്. അപ്പൊ കിഫ്ബി എന്താണെന്ന് പോലും അറിയാതെയാണ് ഇവർ പറഞ്ഞത്. ഇവർ ഉള്ളിൽ പോയപ്പോൾ നോക്കിയപ്പോൾ ഒരു ഫണ്ട് കൊടുക്കാൻ
ഒരു കമ്പനി കേരളത്തിനെ സഹായിക്കാൻ. അപ്പോൾ അതിനെങ്ങനെയെങ്കിലും തടഞ്ഞ് കേരളത്തിൽ ഇപ്പോൾ ഉള്ള വികസനം പോലും തടയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനത്തെയൊക്കെ സ്റ്റേറ്റ്മെന്റ് പ്രിയ സുഹൃത്തുക്കളെ വിടുന്നത്. അപ്പോൾ നിങ്ങൾ പറയുക കിഫ്ബിയെ കൊണ്ട് ഇവിടെ ഗവൺമെന്റിന് ഉപകാരമാണോ ഉപദ്രവമാണോ എന്ന്. പിന്നെ കടങ്ങൾ എന്തായാലും കേരളത്തിൽ ആര് ഭരിച്ചാലും വരും, അതിലൊരു മാറ്റവുമില്ല. അതിനിപ്പോൾ ഇവർ തന്നെ പല ഏറ്റെടുത്താലും നമുക്ക് 200 കോടിയാണെങ്കിൽ ഇപ്പോൾ 1000 കോടി ആയില്ലേ. അതേപോലെ ഇപ്പോൾ കേരളത്തിന് 6 ലക്ഷം കോടി അല്ലെങ്കിൽ 300 കോടി ഉണ്ടെങ്കിൽ അത് 600 കോടി 6 ലക്ഷം കോടിയിൽ നിന്ന് 60 ലക്ഷം കോടിയിലേക്ക് പോകും. അപ്പം ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എന്തായാലും കിഫ്ബിനെ കുറിച്ച് അറിയുന്നവർ വളരെ കൃത്യമായിട്ട് കമന്റിൽ പറയുക.